വാതിലിൻ്റെ മുകളിൽ മർനോഷ് എന്നെഴുതുന്നത് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനോഷ് എന്നെഴുതിയാൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ പ്രവേശിക്കും. വാതിൽ രാത്രി അടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അവിടെ പോലും ഇസ്ലാം എന്ത് പറഞ്ഞിട്ടില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ല. പറയാനാണ് കൽപ്പിച്ചത്. പറയലാണ് നബിചര്യ, അതാണ് മര്യാദ. അപ്പോൾ ബിസ്മില്ല എന്ന് പറയണം എന്ന് പഠിപ്പിച്ച മതം എന്തായിട്ടില്ല? അത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനോഷ് എന്ന് എഴുതി വെക്കണം എന്ന ഒരു വ്യാജ കാര്യം, ഒരു പൊള്ളയായ കാര്യം ഇയാൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പുലമ്പുന്നത്. ശരിക്കും ഒരാൾ ഉറങ്ങാൻ കിടക്കും ഇങ്ങനെയാണ് നബി പഠിപ്പിച്ചത് എന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ പറ്റും. ശരിക്കും മുസ്ലിയാക്കന്മാർ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങളീ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് നേട്ടമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം അത് ഒരു തെളിവില്ലാത്ത കാര്യം. നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. വീട്ടിൽ രാത്രി വാതിലടക്കുന്ന നേരത്ത്, പുറം വാതിലിൻ്റെയും അകം വാതിലും അടക്കുന്ന നേരത്ത് വാതിലിൻ്റെ മുകളിൽ മർനോഷ് എന്നെഴുതുന്നത് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനോഷ് എന്നെഴുതിയാൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ പ്രവേശിക്കൂല. മർനോഷ് എന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിലെ കാവൽക്കാരനാണ്. അവരുടെ പേരാണ്, മറക്കരുത്, മർനോഷ്. ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഷെയ്ഖ് സമ്മതം തന്ന പ്രകാരം നിങ്ങൾക്കു ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ജിന്നുകളിൽപ്പെട്ട ഒരു മഹാനായ നേതാവാണ് ഈ വിഷയത്തിൽ എൻ്റെ ഷെയ്ഖ്. അവരിൽ നിന്ന് കിട്ടിയ ഇൽമാണ്. ഒരു ഉപദ്രവത്തിനും ആ വീട്ടിൽ ആ രാത്രി കഴിയൂല. പരീക്ഷിച്ച് അനവധി ആളുകൾക്ക് ഫലം കിട്ടിയതാണ്. ആ പ്രദേശത്ത് പലയിടത്തും കള്ളം കയറിയാലും അവിടെ കയറില്ല. മാത്രമല്ല ആ രാത്രി പുറത്ത് നിന്നൊരു പിശാചിനെ ഇനി ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. അകത്തുള്ള പിശാചുകൾ ഉണ്ടാവുന്നേ ഉള്ളൂ. സലാഹി, കണ്ടല്ലോ, ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ നമ്മൾ ത്വരീഖത്തുകളുടെ അപകടം സമൂഹത്തിൽ നന്നായി പറയാറുണ്ട്. ത്വരീഖത്തുകൾക്ക് അപകടമുണ്ടോ എന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപകടം ഉണ്ട് എന്ന് ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരമാണ് ഇപ്പോൾ ഈ കേട്ടത്. കാരണം ഇയാൾ ത്വരീഖത്തുകൾക്ക് അടിമപ്പെട്ട് അതുവഴി ഉണ്ടായ ഒരു പ്രത്യേക മാറ്റം, അതാണ് ഇയാളെ സംസാരത്തിലൂടെ അങ്ങനെ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഈ മർനോഷ് അത് മൂപ്പർക്ക് എന്തായാലും അത് കിട്ടിയിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാവൽക്കാരാണെന്നാണ്. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫ് ആരാണ്, അവരെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായത്? സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അവർ 3 ആണോ 4 ആണോ 5 ആണോ 7 ആണോ, ആളുകൾ എത്ര, അവരെ കൂടെ കൽബ്, നായ, അവർക്ക് കൂട്ടായി ഒരു കാവലായി ഉണ്ടായിരുന്നു. ഇതൊക്കെ സൂറത്തുൽ കഹ്ഫിൽ സാധാരണക്കാർ വരെ ഓതിപ്പോകുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ പേരിൽ അവതരിപ്പിച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ഈ മുസ്ലിയാരൊക്കെ നിർത്തണം. കാരണം അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ഖുർആൻ പറഞ്ഞത് തന്നെ സൂറത്ത് കഹ്ഫിലാണ്. അപ്പോൾ ഖുറൈശികളൊക്കെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഉത്തരമായിട്ടാണ് സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് അസ്ഹാബുൽ കഹ്ഫിനെയും അവരെ കൂടെയുള്ള ആളുകളെയും പറഞ്ഞത്. എന്നിട്ട് ആ എല്ലാവർക്കും അറിയുന്ന വസ്തുതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്? അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാവൽക്കാരനായിരുന്നു മർനോഷ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവതരിപ്പിക്കണത്. ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, സിറാത്തുൽ മുസ്തഖീം എന്നത് ഒരു വളവില്ലാത്ത വഴിയാണ്. എങ്ങനെ നോക്കിയാലും വളവില്ലാത്ത വഴിയാണ്. എന്നാൽ അതിനെതിരായി പിറവിയെടുത്തിട്ടുള്ള ത്വരീഖത്തുകൾ അത് വളഞ്ഞ വഴികളാണ്. മാത്രവുമല്ല വെറും കെട്ടുകുടുക്ക് നിറഞ്ഞ വഴികളാണ്. എങ്ങനെ കയറി നോക്കിയാലും എവിടെയെങ്കിലും കുടുങ്ങി പ്രയാസപ്പെടുക എന്നല്ലാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വഴിയേ അല്ല മനുഷ്യനിർമ്മിത ത്വരീഖത്തുകൾ. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഹിദായത്ത്. ആ ഹിദായത്തിനെ എപ്പോഴും നമ്മൾ പുതുക്കണം. അതേപോലെ തന്നെ അതിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ വ്യാപൃതരാകണം. അപ്പോൾ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന എന്താ അതിൻ്റെ പൊരുൾ? നമുക്ക് തജ്ദീദ് ഉണ്ടാവാനാണ്. ഹിദായത്ത് പുതുമയുള്ളതായി ഹിദായത്തിൽ സിയാറത്ത് കിട്ടാൻ വേണ്ടിയാണ് ആ പ്രാർത്ഥന. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ മുറുകെ പിടിക്കണം എന്നാണ് ഇത്തരം സംസാരങ്ങൾ കേട്ട് കുടുങ്ങിപ്പോകുന്ന ആളുകളെ കൂടി നമുക്ക് ഉണർത്താനുള്ളത്. ഇനി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ,
ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മർനൂഷ് എന്ന് എഴുതാനാണ് മൂപ്പര് ക്ലാസ് എടുക്കുന്നത്. വാതിൽ അടക്കുമ്പോൾ അതിൻ്റെ പുറത്തും അതിൻ്റെ ഉള്ളിലും രണ്ടിടത്തും എഴുതണം എന്നാണ് ഈ സൂഫി സങ്കല്പത്തിലൂടെ ജീവിക്കുന്ന ആൾ അവതരിപ്പിക്കുന്നത്. ഏതായാലും ബിസ്മില്ല എന്ന് പറയാൻ ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട്. വാതിൽ രാത്രി അടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അവിടെ പോലും ഇസ്ലാം എന്ത് പറഞ്ഞിട്ടില്ല? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ല. പറയാനാണ് കൽപ്പിച്ചത്. പറയലാണ് നബിചര്യ, അതാണ് മര്യാദ. അപ്പോൾ ബിസ്മില്ല എന്ന് പറയണം എന്ന് പഠിപ്പിച്ച മതം എന്തായിട്ടില്ല? അത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇയാൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മർനോഷ് എന്ന് എഴുതി വെക്കണം എന്ന ഒരു വ്യാജ കാര്യം, ഒരു പൊള്ളയായ കാര്യം ഇയാൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പുലമ്പുന്നത്. പിന്നെ ഇതിലൊരു രസം എന്ന് പറഞ്ഞാൽ ജിന്നുകളിലെ മഹാനായ ഒരു ഷെയ്ഖാണത്രേ മൂപ്പർക്ക് ഇതിന് അനുമതി കൊടുത്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനുമതി തരുന്നു എന്നാണ്. ഏതായിരുന്നാലും പിന്നെ വല്ലാത്തൊരു രസം തോന്നിപ്പിക്കുന്ന ഒരു കഥയാണ്. കാരണം ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ജിന്നുകൾ വന്നിരുന്നു, ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല ഈ ഖുർആൻ കേൾക്കാൻ ഇവിടെ ജിന്നുകൾ സന്നിഹിതരായിട്ടുണ്ട്. അള്ളാഹ് ആയത്തിറക്കി സൂറത്തു ജിന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ചെങ്ങായിൻ്റെ അവസ്ഥ എന്താ? ഇയാളുടെ അവസ്ഥ എന്താ? എന്തൊക്കെയോ ജനങ്ങളെ മുമ്പിൽ വിളിച്ചു പറയാം. ഇയാൾ ജിന്നുകളിലെ മഹാൻ. അപ്പോൾ ആൾക്കത് മനസ്സിലായി, ഈ പിന്നെ ജിന്നുകളിലെ മഹാനാണ് ഇന്ന ആൾ, മഹാനായ ഷെയ്ഖ് എന്നാണ് പറയണത്. അപ്പോൾ അതും അയാൾക്ക് മനസ്സിലായി. ഇനി മാത്രമല്ല, ഇപ്പോൾ ഇത് വീടിന് കാവൽ എന്ന് പറഞ്ഞാണ് ഇവർ പറയുക. ഇവർക്കിപ്പോൾ ബദർ മൗലിദ്, ഇവർക്ക് ഇസ്ലാം പറഞ്ഞ വീടിന് കാവലൊന്നും വേണ്ട. ഇസ്ലാം പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥന ചൊല്ലി പുറപ്പെടാനാണ് പഠിപ്പിച്ചത്. അല്ല ഇങ്ങനത്തെ മർനൂഷും കുർനൂഷും എഴുതി വെക്കാനൊന്നല്ല ഇസ്ലാം പറഞ്ഞത്. എന്നിട്ട് ഇവർ പറയുന്നു അസ്മാഉൽ ബദർ കെട്ടിത്തൂക്കിയാൽ വീടിന് കാവലാണ്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഇയാൾ ഈ ജിന്നിൻ്റെ മഹാനായ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ കുത്തുബിയത്ത്, ഇപ്പോൾ കുത്തുബിയത്ത് തുടങ്ങണത് തന്നെ കുറേ ജിന്നുകളെ പേരും പറഞ്ഞു കണ്ടാണ്. തൊംബ്രയാൻ, കഷ് എന്നൊക്കെ പറഞ്ഞ് കുറേ ജിന്നുകളെ പേരും പറഞ്ഞിട്ടാണ് കുത്തുബിയത്ത്. അപ്പോൾ ഈ കുത്തുബിയത്തിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളായത് കൊണ്ടാകാം ജിന്നുകളുടെ മഹാനായ ഷെയ്ഖുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിക്കാനൊക്കെ മൂപ്പർക്ക് സാധിച്ചത്. ഏതായാലും ഇയാൾ പറയുന്നത് അന്ധവിശ്വാസമാണ്. ആ നിലക്കുള്ള വല്ല അന്ധവിശ്വാസം കൊണ്ട് കിടക്കുന്ന ഒരു പുരോഹിത ജിന്നാകാം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പുരോഹിത ജിന്നാകാം ഇയാളുമായിട്ട് നല്ല ചങ്ങാത്തം കൂടിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇവിടെ പിന്നെ സലഫികളെ, മുവഹിദുകളെ പിന്നെ ജിന്നിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിച്ച് മാനസികമായി തളർത്താനും വേദനിപ്പിക്കാനും നോക്കിയ ആളുകൾ അവർ ജിന്നുകളിൽ മുങ്ങിക്കിടക്കുകയാണ്. ജിന്നുകളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, ഇവർക്ക് വളമിട്ട് കൊടുത്ത കുറേ ആളുകളുണ്ട്. മുജാഹിദുകളുടെ പേരിൽ നടക്കുന്ന കുറേ ആളുകൾ യഥാർത്ഥ മുവഹിദുകളെ ജിന്നുകളിലേക്ക് ബന്ധപ്പെടുത്തി പിന്നെ കരിവാരിത്തേക്കാനും വേദനിപ്പിക്കാനും ഒക്കെ നോക്കിയ ആളുകളുണ്ട്. അവരും മനസ്സിലാക്കട്ടെ, യഥാർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കരകയറ്റാനുള്ള പണിയാണ് യഥാർത്ഥ മുവഹിദുകൾ എന്നും ചെയ്തു പോന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും ഇസ്ലാമിൻ്റെതല്ല. അത് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം പുരോഹിതന്മാരെ സമൂഹം നന്നായി കരുതണം എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഷമീർ മൗലവി, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം കുറേ ഇല്ലാ കഥകൾ, കുറേ പിന്നെ എന്താ പറയുക കെട്ടിണ്ടാക്കിയ കുറേ കഥകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സംസ്ഥയുടെ കുറേ ആളുകൾ പലപ്പോഴും നിലനിൽക്കാറുള്ളത്. അപ്പോൾ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതുപോലെ രാത്രി നമ്മൾ ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ, ഒരു മുഅ്മിൻ എന്തൊക്കെ ചെയ്യണം എന്ന കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നെ മർനോഷ് എന്നുള്ള പേര് കേട്ടപ്പോൾ ശരിക്കും ഞാനിത് എവിടുന്ന് അവർ കിട്ടിയെന്ന് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ പേരൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. ചില സൂഫികളുടെ കിതാബുകളിലൊക്കെ പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷേ രസം എന്താ വെച്ചാൽ ഈ അസ്ഹാബുൽ കഹ്ഫിലേക്ക് ചേർത്താണ് അവരിത് പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫ് എന്താ ശരിക്കും യുവാക്കൾക്ക് മാതൃകയായ ആളുകളെന്ന് ഖുർആനും ഇസ്ലാം പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിലേക്കൊക്കെ ചേർത്ത് ഈ ജാതി നോണയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം,
ശരിക്കും അവർ നല്ലോണം പടച്ചവനെ പേടിക്കേണ്ടതുണ്ട്. അതിൻ്റെ കുറച്ച് കുറവ് നല്ലോണം ഉണ്ട്. അള്ളാനെ പേടി നമ്മളവരെ ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ എനിക്ക് തോന്നിയതൊരു വിശ്വാസികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു തൗഫീഖാണ്. ഒരു ഒന്ന് ശ്രമിച്ചാൽ നന്നാകാനുള്ളൊരു ചാൻസ് എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ അത്രയും അബദ്ധമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത്. ഇപ്പം മുസലൈ പറഞ്ഞ ബിസ്മില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കഥ കടക്കണം എന്ന് പഠിപ്പിച്ചൊരു മതം വൈകുന്നേരം സമയമാകുമ്പോൾ. അപ്പോൾ അത് ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു തെളിവ്, ഒരു ഹദീത്തിൻ്റെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയത് നമ്മൾ ജിന്നുകളായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ മുസലായി പറഞ്ഞ ഒരു ഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുകൾ കൂടിയുള്ള പ്രവാചകനാണ് അദ്ദേഹം. ഒന്ന്, ജിന്നുകൾ കീഴ്പ്പെടുത്തി കൊടുത്ത നബിയാണ് ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാം. ഈ രണ്ട് പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരാരും ഇങ്ങനത്തെ ഒരു തോന്നിയാസം പറഞ്ഞിട്ടില്ല. ഉണ്ടോ സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും വാചകം? സുലൈമാൻ നബിയുടെ പിന്നെ ഖുർആനിലും പിന്നെ ഹദീസിലും അല്ലാത്ത കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ആ ചരിത്രങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എല്ലാം നല്ല പല നമ്മൾ വായിച്ചെടുത്ത എവിടെ ഇങ്ങനത്തെ ഈ കഥകൾ നമ്മൾ കേൾക്കുന്നില്ല. എന്തായാലും ഈ ഖുതുബിയത്തിലുള്ള ജിന്നുകൾ എവിടെയുള്ളത്? എവിടെ ഇല്ല. ആ പേരുകളൊക്കെ അതെ. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, സമൂഹത്തെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ നമ്മൾ പ്രൂഫ് പോയിന്റിൽ ശരിക്കും നമ്മളെ പ്രൂഫ് പോയിൻ്റ് ലക്ഷ്യം തന്നെ എന്താ വെച്ചാൽ, ഇത്തരം തെറ്റായ പ്രവണതകൾ അവർ പറയുമ്പോൾ അതിൻ്റെ ഒന്ന് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക, അതോടൊപ്പം തന്നെ അതിലെ ശരിയായ വശം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. അതാണ് ഇവിടെ ഹനീഫ നമ്മളോട് ചോദിച്ചത്. രാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുബരന് കള്ളം വരാതിരിക്കാൻ വാതിലിൻ്റെ ബേക്കിൽ എഴുതണമെന്നാണ്. എന്നാൽ നബി ഒടിപ്പിച്ചതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ, നിങ്ങൾ വൈകുന്നേര സമയത്ത് ബിസ്മി ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യുക, വാതിലടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യം. അഗ്ലിഖുൽ അബ്വാബ വദുകുർ ഇസ്മില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വാതിൽ അടക്കുക. അങ്ങനെയാണെങ്കിൽ പിശാചിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വാതിൽ തുറക്കാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വൈകുന്നേര സമയത്ത് നബി പ്രത്യേകം പറഞ്ഞതാണ്, കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. കുട്ടികൾ പുറത്ത് ആ ഒരു മഗ്രിബിൻ്റെ ആ അസ്തമയം ആ സമയത്ത് എന്ത് ചെയ്യരുത്, കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വിടരുത്, അവരെ നിങ്ങൾ പിടിച്ചു വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ ഇസ്ലാമിൻ്റെ മനോഹരമായൊരു അധ്യാപനമാണ് നിങ്ങൾ രാത്രിയിൽ വിളക്കണക്കണം എന്നുള്ളത്. ഇപ്പം ഇന്ന് ഒക്കെ നമുക്ക് വൈദ്യുതി സംവിധാനമൊക്കെ ഉണ്ട്. മുമ്പ് കാലത്ത് അങ്ങനെയല്ല. മുമ്പ് കാലത്ത് മറ്റേ എണ്ണ കത്തി അതൊക്കെയാണ്, അത് അണക്കാൻ പറയും. ഇന്നും വൈദ്യുതി നമ്മൾ എന്ത് ചെയ്യണം, ആ അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഓഫാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നിയമം പാലിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതേപോലെ തന്നെ വിശ്വാസം പാത്രങ്ങൾ അടച്ചു വെക്കാൻ പറഞ്ഞു. രാത്രി സമയത്ത് പാത്രങ്ങൾ അടച്ചു വെക്കാൻ പറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ വുളൂ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാവിലെ വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സ്വഹീഹായ ഹദീത്തിൽ വന്നതാണ്. ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. ആയത്തുൽ കുർസി ഓതിയാൽ ഹഫ്ലത്തിൻ്റെ ഒരു മലക്ക് അവിടെ ഉണ്ടാകും, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മലക്ക് പുലരുവോളം നമ്മുടെ സമീപത്തുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുണ്ട്. അതേപോലെ തന്നെ ധാരാളം പ്രാർത്ഥനകൾ, പൈശാചികമായ ഉപദ്രവം പിന്നെ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ ആ രാത്രിയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ ഒട്ടനവധി പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മേഖലയിൽ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ആയത്തുൽ കുർസി നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ച് തന്നെ നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. നമുക്കൊക്കെ അത്ഭുതം തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ ഉസ്താദുമാർ ഇവരൊക്കെ ഒരു നല്ല ഓഡിയൻസിന് ലഭിക്കുന്ന ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വരുന്നവരാണല്ലോ, പരലോകം ആഗ്രഹിച്ച് വരുന്നവരാ. ഇവർക്ക് ഈ ഖുർആനിലും ഹദീസിലുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ എന്ത് വലിയ മാറ്റേക്കാരം ഈ സമൂഹത്തിനുണ്ടാകാം. ഇപ്പം നോക്കി, രാത്രി സമയങ്ങളിൽ ഈ അദ്ദേഹം ഈ പറഞ്ഞ പേരൊന്നും പറയാതെ ശരിക്കും ഒരാൾ ഉറങ്ങാൻ കിടക്കും, ഇങ്ങനെയാണ് നബി പഠിപ്പിച്ചത് എന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്യും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ പറ്റും. ശരിക്കും മുസ്ലിയാക്കന്മാർ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങളീ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് നേട്ടമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം, കാരണം അത് ഒരു തെളിവില്ലാത്ത കാര്യമാണ്. എന്നാൽ സത്യസന്ധമായി ഹദീസിൽ വന്ന തർക്കമില്ലാത്ത, നമുക്കും ഇപ്പോൾ ബിസ്മി ചൊല്ലൽ എന്ന വിഷയത്തിൽ സമസ്തക്കും നമുക്കിടയിൽ തർക്കമുണ്ട് എനിക്ക് തോന്നണില്ല, അവരതിനെ എതിർക്കും തോന്നണില്ല. അതേപോലെ തന്നെ നമ്മൾ എണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും അത് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ പറയുന്നില്ല പറഞ്ഞാൽ അവരിപ്പോൾ പ്രചരിപ്പിക്കണം എന്താ, ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യണം, യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഒരു വിഷയത്തിലേക്കാണ് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും രാത്രി സമയത്താകട്ടെ പകലിലാകട്ടെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള നല്ല ആളുകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇയാൾക്ക് ഇടക്കിടക്ക് വെളിപാടുണ്ടാകുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോണെന്നും പറയും. കാരണം ഇപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എത്ര നുണ പറഞ്ഞു, സ്റ്റേജിലൊക്കെ നുണ പറഞ്ഞു, അങ്ങനെ സമൂഹത്തോട് പിന്നെ പറഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ.
ഇനി കുറേ കഴിഞ്ഞപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മൂപ്പരെന്ത് ചെയ്യും, അതൊക്കെ നുണയായിരുന്നു എന്ന് പറഞ്ഞു വരും. നമ്മൾ കഴിഞ്ഞൊരു 5 വർഷം നമ്മളൊരു 5 വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും മുസ്ലിയാക്കന്മാരുടെ ഇടയിൽ നല്ല മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ പറഞ്ഞാൽ ഇപ്പം ചില ആളുകൾ അവരിൽപ്പെട്ട പുരോഹിതൻ മാത്രം ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചെറിയ യൂട്യൂബിൻ്റെ വരുമാനം എന്തോ ആട്ടെ, എന്തായാലും അത്തരം ഇപ്പം ആത്മീയ തട്ടിപ്പുകൾ, ഹാമിദ് അലിൻ്റെയൊക്കെ തട്ടിപ്പുകൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ പുറത്തുനിന്ന് കുറേ വീഡിയോകളുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതോടുകൂടെ എന്ത് ചെയ്യണം, അവർ തിരഞ്ഞെടുത്ത ചില ആളുകളിൽ നിന്ന് മാറി പൊതുവായിട്ട് അവരുടെ തട്ടിപ്പുകൾ കൊടുന്ന് പുറത്ത് കൊണ്ടുവരാൻ അവരെല്ലാവരും ശ്രമിച്ചാൽ നമ്മുടെ പണി കുറച്ച് കുറഞ്ഞു കിട്ടും. ഇൻഷാ അല്ലാഹ്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യങ്ങൾ വ്യക്തമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ പഠിക്കുക. നമ്മുടെ പരലോകം, അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം അത് ധന്യമാക്കുക. അതിനുവേണ്ടി പ്രവാചകൻ്റെ പാത പിൻപറ്റുക എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.